ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സ് റെസിപ്പിയാണിത്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് പഴവും അതുപോലെ തന്നെ തേങ്ങയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് പഴമാണ്, പൂവമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൂവമ്പഴം ഒരു 5 ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടിച്ചെടുത്തതിലോട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഗോതമ്പ് മാവാണ്. 2 വലിയ സ്പൂണിലാണോ ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ മധുരം ഒന്ന് അല്പം ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിൽ നിന്ന് ഈ സ്പൂണിൽ ഒരു സ്പൂൺ വീതം നമുക്കിതിലേക്ക് കോരി വീഴ്ത്തി കൊടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് കോരി വീഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് കോരി വീഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊള്ളി വരും കേട്ടോ നമ്മുടെ ഈ സ്നാക്ക്. അപ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കിനി ഫ്രൈ ആക്കി എടുക്കാം. 2 സ്ഥലവും ഒന്ന് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കോരിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നതാണ് 2 സൈഡും. ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. പഴം കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ആൾ വളരെ ടേസ്റ്റിയോടെ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെതാ ഒരു സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.